Does she often go there? അവൾ സാധാരണയായി അങ്ങോട്ട് പോകാറുണ്ടോ? ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഇത്തരം സെന്റൻസുകൾ കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാം. Was the weather good last month? Was the weather good last month? കഴിഞ്ഞ മാസം കാലാവസ്ഥ നല്ലതായിരുന്നു. Was the weather good last month? We did a lot of work yesterday. We did a lot of work yesterday. ഞങ്ങൾ ഇന്നലെ വളരെയധികം ജോലി ചെയ്തു. We did a lot of work yesterday. A plastic bag was floating in the water. A plastic bag was floating in the water. ഒരു പ്ലാസ്റ്റിക് ബാഗ് വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇതിനർത്ഥം വരും. A plastic bag was floating in the water. Did you go away last week? Did you go away last week? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച അകലേക്ക് പോയോ അല്ലെങ്കിൽ പുറമേക്ക് പോയോ എന്നൊക്കെ ഇതിന്റെ അർത്ഥം വരും. Did you go away last week? Did you do the shopping last week? Did you do the shopping last week? കഴിഞ്ഞ ആഴ്ച നീ ഷോപ്പിംഗ് ചെയ്തോ? Did you do the shopping last week? How did the accident happen? How did the accident happen? എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? How did the accident happen? ഏറ്റവും ആവശ്യമുള്ള ഇത്ര സെന്റൻസുകൾ ഉറക്കെ പ്രാക്ടീസ് ചെയ്യാനും മടി കാണിക്കരുത്. Did it rain on Sunday? Did it rain on Sunday? ഞായറാഴ്ച മഴ പെയ്തോ? Did it rain on Sunday? What were you doing at 10 yesterday? What were you doing at 10 yesterday? ഇന്നലെ 10 മണിക്ക് നീ എന്ത് ചെയ്യുകയായിരുന്നു? What were you doing at 10 yesterday? What did he say? What did he say? അവൻ എന്താ പറഞ്ഞേ? What did he say? I woke up early yesterday. I woke up early yesterday. ഞാൻ ഇന്നലെ നേരത്തെ എഴുന്നേറ്റു. I woke up early yesterday. Are you well enough to travel? Are you well enough to travel? യാത്ര ചെയ്യാൻ മാത്രം നിനക്ക് സുഖമുണ്ടോ? Are you well enough to travel? You don't sound B in the word comp. You don't sound B in the word comp. ഇവിടെ സൗണ്ട് എന്നത് ശബ്ദമുണ്ടാക്കുക അല്ലെങ്കിൽ ഉച്ചരിക്കുക എന്നെല്ലാമാണ് അർത്ഥം. സൗണ്ട് എന്നത് ഇവിടെ വെർബാണ്. കോംപ് എന്ന വേർഡിൽ ബി എന്ന അക്ഷരം ഉച്ചരിക്കാറില്ല എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. You don't sound B in the word comp. My voice is audible, right? My voice is audible, right? എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഇതൊരു തരം ടാഗ് ക്വസ്റ്റ്യൻ ആണ്. My voice is audible, right? It was a beautiful morning. It was a beautiful morning. അത് വളരെ മനോഹരമായ പ്രഭാതമായിരുന്നു. It was a beautiful morning. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സംഭവിച്ചത് എന്ന് എങ്ങനെയാണ് നമുക്ക് ചോദിക്കാൻ സാധിക്കുക? എ ബി രണ്ട് സെന്റൻസ് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടും ശരിയാണെങ്കിൽ എ ബി എന്നാണ് മെസ്സേജ് അയക്കേണ്ടത്. ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചാൽ മാത്രമേ വളരെ വേഗത്തിൽ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരം അവസരം ലഭിക്കുന്നതിന് വേണ്ടി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ലൈവ് ക്ലാസിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പർ നിങ്ങൾ വിളിക്കേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.